ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓണ സിനിമകളായിട്ട് തിയേറ്ററുകളിലെത്തിയ പൃഥ്വിരാജിന്റെ ഖലീഫ, നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഇപ്പോ ഖലീഫ ഇറങ്ങി 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. അതുപോലെ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഇറങ്ങി 2 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഈ സിനിമകൾ ഇത്ര ദിവസം കൊണ്ട് എത്രയാണ് കളക്ഷനായിട്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ സിനിമയോടൊപ്പം റിലീസ് ചെയ്യാനിരുന്ന ഐ ആം ഗെയിം എന്ന ദുൽഖർ സിനിമ സെപ്റ്റംബർ 3 മാറ്റി. തീർച്ചയായും നല്ലൊരു തീരുമാനം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ ഈ 2 സിനിമകൾ, ബത്ലഹേം കുടുംബ യൂണിറ്റ്, ഖലീഫ, ഈ 2 സിനിമകളും തിയേറ്ററുകളിൽ വലിയ വിജയമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ബത്ലഹേം കുടുംബ യൂണിറ്റ് വലിയ വിജയത്തിനെ കാണുന്നത് ഓണം വിജയ് അത് ബത്ലഹേം കുടുംബ യൂണിറ്റ് തന്നെയാണ് എന്ന് നമ്മൾക്ക് കളക്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 2 സിനിമകളും കണ്ട എന്റെ അഭിപ്രായത്തിലും ബത്ലഹേം കുടുംബ യൂണിറ്റ് തന്നെയാണ് മികച്ച സിനിമ. ആദ്യം പൃഥ്വിരാജ് സുകുമാരൻ നായകനായ ഖലീഫ എന്ന സിനിമയുടെ കളക്ഷനിലേക്ക് വരാം. 3 ദിവസം പിന്നിട്ട ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുത്ത കളക്ഷൻ 25,50,00,000 ആണ്. തീർച്ചയായും നല്ലൊരു കളക്ഷൻ എന്ന് തന്നെ പറയാം. പക്ഷെ ഖലീഫയെ സംബന്ധിച്ച് അത്രയ്ക്ക് നല്ല കളക്ഷൻ അല്ല എന്നുള്ളതും എടുത്തു പറയുന്നു. തീർച്ചയായും ഈ 3 ദിവസത്തെ ഈ 25,50,00,000 എന്നുള്ളത് നമ്മൾ ആദ്യ ദിവസം തന്നെ നേടിയെടുക്കും ഈ സിനിമ എന്നാണ് വിചാരിച്ചത്. പക്ഷെ സിനിമയ്ക്ക് അതിന് സാധിച്ചില്ല. എന്നാലും ഈ ഒരു കളക്ഷൻ മികച്ച കളക്ഷൻ തന്നെയാണ്. 11,25,00,000 രൂപ ഇന്ത്യൻ കളക്ഷനായിട്ടാണ് ഖലീഫയ്ക്ക് വന്നിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് 14,25,00,000 ഈ സിനിമ നേടിയെടുത്തു. മൊത്തം 25,50,00,000 രൂപ 3 ദിവസം കൊണ്ട്. മറ്റൊന്ന് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഇപ്പോ 2 ദിവസം തിയേറ്ററുകളിൽ പിന്നിട്ട ഈ സിനിമ വേറെ ലെവൽ കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിജയമാണ് സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായിട്ട് 4,60,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,20,00,000 നേടിയെടുത്തു. അങ്ങനെ 5,80,00,000 ആണ് ഇന്ത്യൻ കളക്ഷനായിട്ട് ബത്ലഹേം കുടുംബ യൂണിറ്റിന് ഫസ്റ്റ് ഡേ വന്നത്. ഓവർസീസിൽ നിന്ന് 10,20,00,000 നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു. അങ്ങനെ 16 കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഫസ്റ്റ് ഡേ സിനിമ നേടിയെടുത്തത്. 2 ദിവസം കൊണ്ട് സിനിമയുടെ കളക്ഷൻ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 37,25,00,000 സിനിമ നേടിയെടുത്തിരിക്കുന്നത്. തീർച്ചയായും വലിയൊരു കളക്ഷൻ എന്ന് തന്നെ പറയാം. അതായത് 2ാം ദിവസം 21,25,00,000 സിനിമ നേടിയെടുത്തു എന്നുള്ളതാണ്. ഇന്നും ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്ക്, ഗംഭീര ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടുകൂടി സിനിമ 50 കോടി എന്ന നേട്ടം മറികടക്കുന്നതാണ്. 100 കോടി നിസ്സാരമാണ് സിനിമയ്ക്ക് എന്നുള്ളതും എടുത്തു പറയുന്നു. കൃത്യമായിട്ടുള്ള 2ാം ദിവസത്തെ കളക്ഷൻ വന്നിട്ടില്ല. പക്ഷേ സാക്നെറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം 37,25,00,000 ഈ സിനിമ 2 ദിവസം കൊണ്ട് നേടിയെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഓണം വിജയ് അത് ബത്ലഹേം കുടുംബ യൂണിറ്റ് തന്നെയാണ്. മികച്ച സിനിമയാണ്. നിവിൻ പോളിയുടെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് 100 കോടിയും 200 കോടിയും നിസ്സാരമാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ കളക്ഷനും ബുക്കിങ്ങും എല്ലാം സൂചിപ്പിക്കുന്നത്. കാരണം ഇനി അവധിയാണ്, ഓണാവധിയാണ്. ഫാമിലി പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് അടിച്ചു കയറും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഖലീഫ എന്ന സിനിമ 3 ദിവസം കൊണ്ട് 25,50,00,000 രൂപ, ബത്ലഹേം കുടുംബ യൂണിറ്റ് 2 ദിവസം കൊണ്ട് 37,25,00,000 രൂപ. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സിനിമകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.